രാജ്യത്തെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിബിജി റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിലായി. പുതിയ പദ്ധതിയിൽ 40% വിഹിതം സംസ്ഥാനം വഹിക്കണം. കൂടാതെ 125 ദിവസം തൊഴിലാണ് പുതിയ പദ്ധതിയിൽ കേന്ദ്രം ഉറപ്പു പറയുന്നത്. ആശങ്കയിൽ തൊഴിലാളികൾ. അതെ, തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. 2 പതിറ്റാണ്ടിലേറെയായി ഗ്രാമീണ ഇന്ത്യയുടെ നട്ടെല്ലായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് അന്ത്യമായിരിക്കുന്നു. ഇനി പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിബിജി റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയിലെ മാറ്റങ്ങൾ ശരിക്കും വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. അതായത്, തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ, ആജീവിക മിഷൻ പദ്ധതി എന്നിവ എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയാണ് തൊഴിലാളികൾക്കിടയിലുള്ളത്. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പദ്ധതിയുടെ ചട്ടക്കൂട് കേന്ദ്രം പുറത്തിറക്കുകയും ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാത്രമല്ല മാറ്റിയിരിക്കുന്നത്, മൊത്തം രൂപവും മാറ്റിയാണ് പുതിയ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുവരെ കേന്ദ്ര സർക്കാരായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ചെലവ് പൂർണ്ണമായും വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ 40% വിഹിതം സംസ്ഥാനം വഹിക്കണമെന്നതാണ് പറയുന്നത്. ഇതിലെ തൊഴിൽ ദിവസം എന്ന് പറയുന്നത് 125 ദിവസമാണ്. സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. മാത്രമല്ല, വിബിജി റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേതടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ ഇനി ഉണ്ടായിരിക്കില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാടുവെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ ഇനി അതില്ല. ഇനി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടപ്പിലാക്കുകയുള്ളൂ. പുതിയ പദ്ധതിക്ക് കീഴിൽ ചെയ്യാനാവുന്ന 318 പ്രവൃത്തികളുടെ കരടുപട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. പുതിയ പട്ടികയിലുള്ളത് കൂടുതലായും കായികാധ്വാനം വേണ്ട പ്രവൃത്തികളാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ കൂടുതൽ പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അതിനാൽ തന്നെ ഇതവർക്ക് പ്രയാസമുണ്ടാക്കുമെന്നുറപ്പാണ്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ വിഭാഗങ്ങളിലാണ് ഈ പുതിയ പ്രവൃത്തികൾ വരുന്നത്. ഇതിൽ ജലസുരക്ഷയ്ക്കാണ് മുൻഗണന. പദ്ധതിക്കെതിരെ വലിയ തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. മാത്രമല്ല, പദ്ധതിയിൽ വലിയ മാറ്റങ്ങളാണ് ഡിജിറ്റൽ രംഗത്തും കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്രീകൃത പോർട്ടൽ വഴി രാജ്യത്ത് എവിടെ നിന്നും തൊഴിൽ ആവശ്യപ്പെടാം. അപേക്ഷ നൽകി 15 ദിവസത്തിനകം തൊഴിൽ നൽകണം. അല്ലാത്തപക്ഷം സംസ്ഥാന സർക്കാർ തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടി വരുമെന്നും പറയുന്നു. ക്രമക്കേടുകൾ ഒഴിവാക്കാൻ ബയോമെട്രിക് പഞ്ചിംഗ്, ജിയോ സ്പേഷ്യൽ ട്രാക്കിംഗ്, തത്സമയ ഡാഷ്ബോർഡ് എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഇനി ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.